delay generation using 8051 microcontroller. Okay, so let us check what is a relay. So all components of embedded system do not operate at the same speed. So different parts of our embedded system, especially microcontroller based system, will be operating at a different speed. Okay, microcontroller at one speed, supporting peripherals will be at a different speed. Fast device like processor has to wait for slow devices through either hardware or software delay technique. So നമ്മുടെ മൈക്രോകൺട്രോളർ ഈവൻ അതിൻ്റെ ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത് 12 MHz 16 MHz അങ്ങനെയുള്ള വെരി ഹൈ ഫ്രീക്വൻസിയിലായിരിക്കും. നമ്മളുടെ സെൻസേഴ്സ് ഔട്ട്പുട്ട് ഡിവൈസ് അതൊക്കെ സ്ലോ ഡിവൈസ് ആയിരിക്കും. സോ സ്ലോ ഡിവൈസിലേക്ക് നമ്മളൊരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സിഗ്നൽ അതിന് റെസ്പോണ്ട് ചെയ്യുന്നത് വരെ, ആ ഡിവൈസിന് റെസ്പോണ്ട് ചെയ്യുന്നത് വരെ നമ്മുടെ മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ പ്രോസസ്സർ സിസ്റ്റം ഹോൾ യൂണിറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കേസിലൊക്കെ നമുക്ക് എന്ത് വേണം, ഡിലേ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. So slow device will not accept or generate data at the speed of the fast device. Hence fast device should be slowed down through delay technique. അതാണ് ഒരു ഡിലേയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. എന്താണ് ഡിലേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സോ ഡിലേ എന്ന് പറയുന്നത് ഐഡിയലി വി ആർ മേക്കിംഗ് ദ മൈക്രോ കൺട്രോളർ സിസ്റ്റം ടു ഐഡിയൽ, okay, do nothing for some duration. For that duration നമ്മൾ മൈക്രോ കൺട്രോളർ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാതെ ഐഡിയലായിട്ട് വെറുതെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അതിനെയാണ് നമ്മൾ ഡിലേ ടെക്നിക് അല്ലെങ്കിൽ ഡിലേ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിലേ മെയിൻലി നമുക്ക് രണ്ട് കാര്യത്തിനാണ് ഡിലേ വേണ്ടി വരിക. ഒന്ന്, ടു കണ്ടിന്യൂ ദ പ്രസൻറ്റ് വാല്യൂ വിത്തൗട്ട് ഡൂയിങ് എനി പ്രോസസ്സ്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പോർട്ടിലേക്ക് ലോജിക് ഹൈ ഔട്ട് ചെയ്തു. ഓക്കെ, സോ മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ പ്രോസസ്സറിൽ വേരിയബിളോ ഏതെങ്കിലും രജിസ്റ്റേഴ്സോ ഒന്നും അഫക്റ്റ് ചെയ്യാതെ പോർട്ട് 2-ലെ ഫസ്റ്റ് പിന്നിലേക്കാണ് നമ്മൾ ഹൈ ഔട്ട് ചെയ്തതെങ്കിൽ ആ ഹൈ വാല്യൂ ഡിസ്റ്റർബ് ചെയ്യാതെ ഒരു 5 milliseconds അല്ലെങ്കിൽ 10 milliseconds അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, വേറെ നമ്മൾ യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സിൻ്റെ കണ്ടൻറ്റ് ഒന്നും അതിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ആൻഡ് ഇറ്റ് ഷുഡ് ബി ദേ അറ്റ് ലോജിക് ഹൈ ഫോർ ദാറ്റ് എൻ്റെ ഡ്യൂറേഷൻ. ഓക്കെ, അങ്ങനെയുള്ള കേസിലാണ് നമുക്ക് ഡിലേ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരിക. ഓൾറെഡി നമ്മൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. Okay, some process take time to respond, so delay is used to give them sufficient time to respond. So already നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ പെരിഫറൽ ഡിവൈസൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നത് വരെ നമ്മളുടെ മൈക്രോ കൺട്രോളറിനെ നമ്മൾ എന്താക്കണം, ഡിലേയിലെ അല്ലെങ്കിൽ ഐഡിയലായിട്ട് കൊണ്ടുവരണം. സോ ഈ രണ്ട് റീസണാണ് നമ്മളുടെ മൈക്രോ കൺട്രോളറിൽ അല്ലെങ്കിൽ എംബഡഡ് സിസ്റ്റത്തിൽ നമുക്ക് ഡിലേയുടെ റിക്വയർമെൻ്റായിട്ട് പറയാനുള്ളത്. ഓക്കെ, നമ്മളുടെ മൈക്രോ കൺട്രോളറിൽ എല്ലാ സിസ്റ്റവും എല്ലാ ഫങ്ഷൻസും സിങ്ക്രണൈസ് ചെയ്യുന്നത് ഒരു ഓസിലേറ്റർ ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. സോ ഓസിലേറ്റർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ അവർ സിസ്റ്റം. നമുക്ക് ഡിസൈൻ ചെയ്യാം 4 MHz മുതൽ 20 MHz വരെയാണ് നമ്മൾ ഓസിലേറ്റർ ഫ്രീക്വൻസി കൊടുക്കുക. സോ സ്പെഷ്യലായിട്ട് നമ്മളൊരു 12 MHz ആയിരിക്കും മോസ്റ്റ് കോമൺലി നമ്മൾ മൈക്രോ കൺട്രോളർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ എനിവേ അവർ ഓസിലേറ്റർ ഫ്രീക്വൻസി ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഹൈ ലോ പൾസസ് ആയിരിക്കും നമ്മൾ ഓസിലേറ്റർ ഫ്രീക്വൻസിയിൽ നിന്ന് കൊടുക്കുക. സോ സ്റ്റേറ്റ് 1 പീരിയോഡ് 1, സോ ഫസ്റ്റ് പീരിയോഡ് ഓക്കെ, ഒരു ലോയും ഒരു ഹൈയും കൂടുന്നത്, അടുത്ത ലോയും ഹൈയും കൂടുന്നത്. സോ P1 P2 P1 P2 ഇങ്ങനെ രണ്ട് റിപ്പീറ്റ് ആയിരുന്ന ഒരു യൂണിറ്റ്. ഈ രണ്ട് സിസ്റ്റം ക്ലോക്കിൻ്റെ രണ്ട് ടൈം പീരിയോഡാണ് ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, P1 and P2, again P1 and P2. ഓക്കെ, സോ സ്റ്റേറ്റ് 1, സ്റ്റേറ്റ് 2, സ്റ്റേറ്റ് 3, സ്റ്റേറ്റ് 4, സ്റ്റേറ്റ് 5, സ്റ്റേറ്റ് 6 സ്റ്റേറ്റ് കൂടുമ്പോഴാണ് നമുക്ക് ഒരു മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ 1 മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത് നമ്മളുടെ മൈക്രോ കൺട്രോളർ ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾക്ക് മൂവ് A, B എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ ആ മൂവ് A, B എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ്റെ കോഡ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് പ്രോഗ്രാമിൻ്റെ റോം മെമ്മറിയിലായിരിക്കും. സോ ഇവിടെയാണ് ഇതിൻ്റെ കോഡ് ഇരിക്കുന്നത്. സേ FE എന്ന് പറയുന്നതാണ് എക്സാമ്പിളായിട്ട്, FE എന്ന് പറയുന്നതാണ് ഇതിൻ്റെ കോഡെങ്കിൽ അത് ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് 0800-ലാണെന്ന് വിചാരിക്കുക. 0800-ൽ നിന്ന് FE എന്ന് പറയുന്ന കോഡ് ഫെച്ച് ചെയ്യുക. ഓക്കെ, ഫെച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് ലോഡ് ചെയ്യുക. ലോഡ് ചെയ്തതിന് ശേഷം ഇത് അനലൈസ് ചെയ്ത് ഇത് ഈ ഇൻസ്ട്രക്ഷനാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ ഓപ്പറേഷൻ പെർഫോം ചെയ്യാനെടുക്കുന്ന ടൈമിനെയാണ് മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത്. സോ നമ്മളുടെ സിസ്റ്റം ക്ലോക്കിൻ്റെ 12
ടൈം പീരിയോഡ് ആയിരിക്കും, അല്ലെങ്കിൽ 6 സ്റ്റേറ്റ് ആയിരിക്കും ഒരു കോഡ് ഫെച്ച് ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി മൈക്രോ പ്രോസസ്സർ എടുക്കുന്നത്. ഓക്കെ, സോ അഡ്രസ് ലാച്ച് എനേബിൾ അതിൻ്റെ ഓരോ സ്റ്റേറ്റിലും അല്ലെങ്കിൽ 2 ടൈംസ് അഡ്രസ് ലാച്ച് എനേബിൾ അത് ലോ ടു ഹൈ പൾസ് വരും. നമുക്ക് ഇതേ ഓൾറെഡി പഠിച്ച അഡ്രസ് ലാച്ച് എനേബിൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അഡ്രസ് ലാച്ച് എനേബിൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, എക്സ്റ്റേണൽ മെമ്മറിയിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഈ പൾസ് യൂസ് ചെയ്യാൻ പറ്റും. എനിവേ ദാറ്റ് ഈസ് നോട്ട് പാർട്ട് ഓഫ് അവർ ഡിലേ. നമ്മളുടെ മെയിൻ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓസിലേറ്റർ ഫ്രീക്വൻസിയുടെ 12 പീരിയോഡാണ് ഒരു മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ 8051 മൈക്രോ കൺട്രോളർ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. ഓക്കെ, സോ മെഷീൻ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPU takes a certain number of clock cycles to execute an instruction. These clock cycles are referred to as machine cycle. So in our microcontroller 8051, it takes 12 clock periods to make one instruction or simple instruction to be executed. So ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോ കൺട്രോളർ എടുക്കുന്ന നമ്പർ ഓഫ് ക്ലോക്ക് സൈക്കിൾസിനെയാണ് അതിൻ്റെ മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത്. സോ ഓരോ ഇൻസ്ട്രക്ഷനും മെഷീൻ സൈക്കിൾസ് ഡിഫറെൻ്റ് ആയിരിക്കും. മൈക്രോ കൺട്രോളർ 8051 വൺ മെഷീൻ സൈക്കിൾ ഹാസ് 12 ഓസിലേറ്റർ പീരിയോഡ്. സോ മൈക്രോ കൺട്രോളറിൻ്റെ ഓസിലേറ്ററിൻ്റെ 12 പീരിയോഡ്സ് ആണ് ഒരു മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത്. സോ ഈ 12 എന്ന് പറയുന്ന ഫാക്ടർ ഡിലേ കാൽക്കുലേഷൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലെറ്റ് us check how it is. Okay, so in order to calculate the time it takes to execute one machine cycle, it is 12 divided by f clock. So നമ്മളുടെ ഫ്രീക്വൻസി, ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി f ക്ലോക്ക് ആണെങ്കിൽ ഒരു ടൈം പീരിയോഡ്, സോ f ക്ലോക്ക് ഇങ്ങനെ പോകും, ഒരു ടൈം പീരിയോഡ് എന്ന് പറയുന്നത് 1/f ആണ്. സോ t is equal to 1/f ക്ലോക്ക്. സോ ഒരു മെഷീൻ സൈക്കിൾ, ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്, ഏറ്റവും സിംപ്ലസ്റ്റ് ആയ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ 12 ടൈം പീരിയോഡ് എടുക്കും. സോ t2. ഓക്കെ, സോ ടോട്ടൽ ടൈം മെഷീൻ സൈക്കിൾ ടൈം എന്ന് പറയുന്നത് ടി മെഷീൻ സൈക്കിൾ ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 1 ടൈം പീരിയോഡ് 1/f ക്ലോക്ക് ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ f ക്ലോക്ക്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, 12 ഡിവൈഡഡ് ബൈ f ക്ലോക്ക്. ടൈം ഇറ്റ് ടേക്സ് ടു എക്സിക്യൂട്ട് വൺ ഇൻസ്ട്രക്ഷൻ ഈസ് നോൺ ആസ് മെഷീൻ സൈക്കിൾ. വൺ മെഷീൻ സൈക്കിൾ ടൈം ഈസ് ഈക്വൽ ടു 12/f ക്ലോക്ക്. Then program instructions may require 1, 2 or 4 machine cycles to be executed depending on the type of the instruction. So നമ്മൾ മൈക്രോ കൺട്രോളറിൽ 1 മെഷീൻ സൈക്കിൾ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, 2 മെഷീൻ സൈക്കിൾ ഇൻസ്ട്രക്ഷൻ ഉണ്ട്, 3 മെഷീൻ സൈക്കിൾ ഇൻസ്ട്രക്ഷൻ ഉണ്ട്, 4 മെഷീൻ സൈക്കിൾ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, മൂവ് R2, R1. Move R2, instead of R1, say 20H. ഓക്കെ, ഇതെല്ലാം ഒരു 1 മെഷീൻ സൈക്കിൾ ഇൻസ്ട്രക്ഷനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/f ക്ലോക്ക് ഓഫ് ഇൻറ്റു 12 അതാണ് നമ്മളുടെ മൈക്രോ കൺട്രോളർ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഡിക്രിമെൻറ്റ് ഇൻസ്ട്രക്ഷൻ DJNZ R2, ലേബൽ എന്ന് പറയുന്ന ഈ ഇൻസ്ട്രക്ഷൻ, ഇത് DJNZ R2, ഇതിൻ്റെ കോഡ് ഫെച്ച് ചെയ്യാനായിട്ട് F2 എന്ന് പറയുന്നത് കോഡായിരിക്കും, ലേബൽ എന്ന് പറയുന്നതിന് ഒരു അഡ്രസ്സ് ഉണ്ടാവും. രണ്ടും കൂടി ഫെച്ച് ചെയ്യാനായിട്ട് മൈക്രോ കൺട്രോളർ 2 മെഷീൻ സൈക്കിളായിരിക്കും കൺസ്യൂം ചെയ്യുക. ഓക്കെ, ദെൻ മൾ AB എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ ഇൻസ്ട്രക്ഷൻ, ഇത് ഫെച്ച് ചെയ്യാനായിട്ട് മൈക്രോ കൺട്രോളർ എടുക്കുന്നത് 4 മെഷീൻ സൈക്കിളായിരിക്കും. സോ നമ്പർ ഓഫ് മെഷീൻ സൈക്കിൾസും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സോ നമ്പർ ഓഫ് മെഷീൻ സൈക്കിൾസ് എന്ന് പറയുന്നത് C ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി 1, 2, 3 or 4. സോ ടൈം ടു എക്സിക്യൂട്ട് വൺ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് T for an instruction is given by C into 12 divided by f ക്ലോക്ക്. നമുക്കിത് എന്താണെന്ന് വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. C into 12 divided by f ക്ലോക്ക് ആയിരിക്കും. സോ f ക്ലോക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ഓപ്ഷനാണ്. സോ 4 MHz മുതൽ 16 MHz വരെയുള്ള ക്ലോക്കാണ്. അതിൽ ടിപ്പിക്കലായിട്ട് നമ്മൾ മോസ്റ്റ് കേസിൽ യൂസ് ചെയ്യുന്നത് 12 MHz ഫ്രീക്വൻസി ആയിരിക്കും. സോ ആ ഒരു ഫ്രീക്വൻസി അറിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന മൈക്രോ കൺട്രോളർ എടുക്കുന്ന സമയം എത്രയാണ് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. Okay, so let us check with the frequency of 12 MHz. So one machine cycle അല്ലെങ്കിൽ 1 മെഷീൻ സൈക്കിളുള്ള ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ക്ലോക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് f ക്ലോക്ക് ഈസ് ഈക്വൽ ടു
12 മെഗാഹെഡ്സ് ആണ്. സോ ടി മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത് 12 ഡിവൈഡ് ബൈ 12 ഇൻറ്റു 10 പവർ പ്ലസ് 12 is equal to, mega means 6 ആണ്, plus 6, which is equal to 12 cancels 1 into 10 power minus 6, which is equal to 1 microsecond. So ഒരു മെഷീൻ സൈക്കിൾ ഇഫ് ക്ലോക്ക് ഫ്രീക്വൻസി ഈസ് 12 മെഗാഹെഡ്സ്, ഒരു മെഷീൻ സൈക്കിൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ എക്സാമ്പിളായിട്ട് മൂവ് എ കോമ ബി എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് മൈക്രോ കൺട്രോളർ കൺസ്യൂം ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് 1 മൈക്രോസെക്കൻഡ് ആയിരിക്കും. അത് ഈ 12 മെഗാഹെഡ്സിനനുസരിച്ച് മാറും. നമ്മൾ ഫ്രീക്വൻസി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈം പീരിയോഡ് കുറയും, ഫ്രീക്വൻസി കുറഞ്ഞു കഴിഞ്ഞാൽ ടൈം പീരിയോഡ് അല്ലെങ്കിൽ മെഷീൻ സൈക്കിൾ ടൈം എന്ന് പറയുന്നത് കൂടും. ഓക്കെ, so other instructions will take 2 or more microseconds depending upon, നമ്മൾ പറഞ്ഞു ഓൾറെഡി മെഷീൻ സൈക്കിൾസ് എന്ന് പറയുന്നത് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ്റെ ടൈപ്പ് അനുസരിച്ച് മാറും. ഓക്കെ, 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ 2 മെഷീൻ സൈക്കിൾ ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ 2 മൈക്രോസെക്കൻഡ് 4 മൈക്രോസെക്കൻഡ് എന്നൊക്കെ ആയിരിക്കും അതിൻ്റെ കൺസംഷനിൽ വരിക. ഓക്കെ, ഫോർ എക്സാമ്പിളായിട്ട് നമ്മളുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എഫ് ക്ലോക്ക് എന്ന് പറയുന്നത് 16 മെഗാഹെഡ്സ് ആണെന്ന് വിചാരിക്കാം, 16 മെഗാഹെഡ്സ്. ഓക്കെ, ദെൻ മെഷീൻ സൈക്കിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മെഷീൻ സൈക്കിൾ ഈസ് ഈക്വൽ ടു 12 ഡിവൈഡ് ബൈ 16 ഇൻറ്റു 10 പവർ 6, വിച്ച് ഈസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി 0.75 മൈക്രോസെക്കൻഡ്. സോ 12 മെഗാഹെഡ്സ് ആയപ്പോൾ നമ്മളുടെ ടൈം എന്ന് പറയുന്നത് 1 മൈക്രോസെക്കൻഡ് ആയിരുന്നു. ഇത് ഫ്രീക്വൻസി കൂട്ടി, അപ്പോൾ 0.75 മൈക്രോസെക്കൻഡായി. 0.75 1-നേക്കാൾ കുറവാണ്. സോ ഇറ്റ് ലീഡ്സ് ടു എ ഫാസ്റ്റ് സിസ്റ്റം. എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ 12 മെഗാഹെഡ്സിനേക്കാളും ഫാസ്റ്റ് ആയിരിക്കും. വിത്തിൻ ഷോർട്ട് ഇൻ്റർവൽ ഇറ്റ് വിൽ പെർഫോം കംപ്ലീറ്റ് എക്സിക്യൂഷൻ. നമുക്കിങ്ങനെ ഒരുപാട് ഫ്രീക്വൻസി കൂട്ടിയിട്ട് അതിൻ്റെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റില്ല. അതിന് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു ടൈമിൻ്റെ ഒരു ലിമിറ്റേഷൻസ് കൂടെയുണ്ട്. സോ ഫ്രീക്വൻസി മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു 20 മെഗാഹെഡ്സ് ഒക്കെ ആയിരിക്കും. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ മൈക്രോ കൺട്രോളർ ഉപയോഗിച്ചിട്ട് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഈ ടൈം ഡിലേ ജനറേറ്റ് ചെയ്യുക? സോ ടൈം ഡിലേ ജനറേറ്റ് ചെയ്യാനായിട്ട് 2 ടെക്നിക്കാണ് മെയിൻലി ഉള്ളത്. ഒന്ന് പ്യൂർലി സോഫ്റ്റ്വെയർ ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിച്ച് സോഫ്റ്റ്വെയർ ഡിസൈൻ, ഓക്കെ, അല്ലെങ്കിൽ ഹാർഡ്വെയർ ഉപയോഗിച്ച് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഹാർഡ്വെയർ ജനറേറ്ററിൽ നമ്മൾ ടൈമറൊക്കെയായി എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ടൈമർ യൂസ് ചെയ്തിട്ട് നമുക്ക് ടൈം ഡിലേ ജനറേറ്റ് ചെയ്യും. സോ ടൈമറിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ പ്രോഗ്രാമിങ്ങിൻ്റെ അല്ലെങ്കിൽ സി ലെവൽ ലാംഗ്വേജ് ഉപയോഗിച്ച് അല്ലെങ്കിൽ അസംബ്ലി ലെവൽ ലാംഗ്വേജ് ഉപയോഗിച്ച് എങ്ങനെയാണ് ടൈം ഡിലേ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ടൈമർ പഠിക്കുമ്പോൾ ടൈമർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഒരു എംബഡഡ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ 8051 സിസ്റ്റത്തിൽ ടൈം ഡിലേ ജനറേറ്റ് ചെയ്യാമെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും. സോ നൗ വി ആർ ഡൂയിങ് സോഫ്റ്റ്വെയർ ഡിലേ മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഡിലേ സബ് റൂട്ടീൻ നമ്മൾ എവിടെ ഏതൊക്കെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അവിടെയെല്ലാം എ കോൾ ഡിലേ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരിക്കും. ദെൻ അറ്റ് ദ എൻഡ് നമ്മൾ ഡിലേ എന്ന് എഴുതിയിട്ട് ഇവിടെ ഇങ്ങനെ മൂവ് ടു കോമ ഒരു കോമ എഴുതിയിട്ട് DJNSR എന്നൊക്കെ പറഞ്ഞ ഒരു ഇത് എഴുതുമായിരുന്നു അല്ലേ. സോ അതാണ് നമ്മളുടെ ഡിലേ സബ് റൂട്ടീൻ എന്ന് പറയുന്നത്. സോ ഈ ഡിലേ സബ് റൂട്ടീനിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു. അതിൻ്റെ അകത്ത് ആദ്യം നമ്മൾ ചെയ്തൊരു മൂവ് R2, #20H അല്ലെങ്കിൽ 100H അല്ലെങ്കിൽ FEH ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ഡേറ്റ ആയിരുന്നു ലോഡ് ചെയ്യുന്നത്. അതിനെ നമ്മൾ കൗണ്ടർ എന്ന് പറയും. സോ സെറ്റിംഗ് എ കൗണ്ടറാണ് നമ്മളുടെ ഫസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് റിക്വയർമെൻ്റ് എന്ന് പറയുന്നത്. ഒരു ഡിലേയിൽ ഒരു കൗണ്ടർ ഉണ്ടായിരിക്കും. ദെൻ നമ്മൾ ഇൻസ്ട്രക്ഷനായിട്ട് എഴുതും DJNZ R2, ഹിയർ എന്നിട്ട് നമ്മൾ ഹിയർ എന്ന് എഴുതും. ഓക്കെ, സോ മൈക്രോ കൺട്രോളർ ഈ R2 ടൈംസ് ഇത് FE ആണെങ്കിൽ FE 0 ആകുന്നത് വരെ ഇങ്ങനെ ഡിക്രീസ് ചെയ്യുന്നിടത്തോളം കാലം ഈ ലൂപ്പിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. സോ നമുക്കൊരു ലൂപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, നൗ നമ്മൾക്ക് കുറച്ചുകൂടി ടൈം ഡിലേ കൂടുതലാണ് വേണ്ടതെങ്കിൽ ഒരു 2 ലേബിൾ കൊടുത്തിട്ടുണ്ടാവും. മൂവ് R1, അനദർ വാല്യൂ, ദെൻ DJNZ ഇങ്ങോട്ടേക്ക് ഹിയർ 2. ഓക്കെ, സോ 2 ടൈംസ് ലൂപ്പിൻ്റെ അകത്തൊരു ലൂപ്പ് കൊടുക്കും. സോ ലൂപ്പ് ഇൻസൈഡ് ലൂപ്പ് കോൾഡ് നെസ്റ്റഡ് ലൂപ്പ്. സോ സിംഗിൾ ലൂപ്പ് വെച്ചിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നെസ്റ്റഡ് ലൂപ്പ് വെച്ചിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇതാണ് നമ്മളുടെ മൈക്രോ കൺട്രോളറിലെ സോഫ്റ്റ്വെയർ ബേസ്ഡ് ഡിലേയുടെ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഒരു കൗണ്ടർ ജനറേറ്റ് ചെയ്യണം, കൗണ്ടർ ഡിസൈൻ ചെയ്യണം, അതിനുശേഷം നമ്മളൊരു ലൂപ്പ് കൊടുക്കും. സോ യുവർ വിഷ് നമുക്ക് നമ്മളുടെ ടൈം അനുസരിച്ച് അതിൻ്റെ ടൈം ഡിലേ ഡിസൈൻ ചെയ്യാം. ഓക്കെ, സോ ലെറ്റ് us check how we can design a software
what you call time delay. Okay, software ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു പർട്ടിക്കുലർ ടൈം ഡിലേ ജനറേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ സപ്പോസ് let us consider a embedded system with frequency f clock എന്ന് പറയുന്നത് 12 megahertz ആണ് വിചാരിക്കാം for simplicity. So which corresponds to one machine cycle is equal to one machine cycle time is equal to 12 divided by 12 into 10 power 6 equal to 1 microseconds. ഈ 1 വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈസി കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ടാണ് 12 മെഗാഹെർട്സ് എടുക്കുന്നത്. സോ എക്സാമിന് നിങ്ങൾക്ക് ഏതാണോ ഫ്രീക്വൻസി തരുന്നത് അതിനനുസരിച്ച് ഈ ടൈം കാൽക്കുലേറ്റ് ചെയ്തിരിക്കണം ഫസ്റ്റ്. ഓക്കെ, നൗ നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത് 1 millisecond ടൈം ഡിലേ ആണെന്ന് വിചാരിക്കുക. ടു ഡിസൈൻ 1 millisecond ഡിലേ നമുക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് 1 millisecond ഡിലേ ആണ് നമുക്കവിടെ ഡിസൈൻ ചെയ്യേണ്ടത്. സോ ഒരു മെഷീൻ സൈക്കിൾ 1 microsecond ആണെങ്കിൽ ഒരു മെഷീൻ സൈക്കിൾ നമുക്ക് 1000 microsecond നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ അങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 1 millisecond. സോ വാട്ട് ദ സിമ്പിൾ മാത്സ് 1 millisecond is equal to 1000 microsecond. So we need to implement 1000 machine cycle. So in order to generate 1 millisecond delay, we need to execute 1000 times machine cycle. So 1000 machine cycle ആണ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. Okay, so നമ്മളുടെ ലൂപ്പിൽ we can design. So let us have 6 machine cycle in our loop. Machine cycles in our loop. ഓക്കെ, അപ്പോൾ നമ്മൾ 6 മെഷീൻ സൈക്കിളാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ മെഷീൻ സൈക്കിൾ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ 1000 ടൈംസ് മെഷീൻ സൈക്കിൾ വേണം. അതിൽ ഒരു ലൂപ്പിൽ നമ്മൾ 6 മെഷീൻ സൈക്കിളാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 6 മെഷീൻ സൈക്കിളാണ് കൊടുക്കാമെന്ന് വിചാരിക്കുക. ഇത് നിങ്ങളുടെ ഡിസിഷനാണ്, നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. ദെയർ ഈസ് നോ റൂൾ. ഓക്കെ, സോ 6 ടൈംസ് മെഷീൻ സൈക്കിൾ കൗണ്ടർ എത്ര വരും? സോ കൗണ്ടറത്തിന് ടോട്ടൽ നമുക്ക് 1000 ആണ് വേണ്ടത്. അതിൽ ഒരു ലൂപ്പിൽ 6 ടൈംസ് വരും. സോ കൗണ്ടർ ഈസ് ഈക്വൽ ടു 1000 divided by 6. So it's approximately 166.66, which is equal to നമുക്ക് ഡെസിമൽ പാർട്ട് പറ്റില്ല, റൗണ്ട് ചെയ്തിട്ട് 166 ആണ് നമ്മളുടെ കൗണ്ടർ വാല്യൂ വരിക. സോ ഒരു മെഷീൻ സൈക്കിൾ ടൈം എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ അവർ ഫ്രീക്വൻസി. അവർ സെലക്ഷൻ ഈസ് 12 megahertz. അതിൽ നിന്ന് നമുക്ക് 1 microsecond കിട്ടി. ഇനി നമുക്ക് 1 millisecond ഡിലേ ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. 1 millisecond എന്ന് പറയുന്നത് 1000 microsecond ആണ്. 1000 microsecond എന്ന് പറഞ്ഞാൽ 1000 മെഷീൻ സൈക്കിളാണ്. സോ നമ്മളുടെ ഒരു ലൂപ്പ് വേണമെന്ന് അതിൻ്റെ അകത്ത് പറഞ്ഞു. 2 പാർട്ടുണ്ട്, ഒരു കൗണ്ടറുണ്ട്, ഒരു ലൂപ്പുണ്ട്. കൗണ്ടറിൽ 6 മെഷീൻ സൈക്കിൾ ഉണ്ട് എന്ന് നമ്മൾ അങ്ങോട്ട് വിചാരിക്കുക, അല്ലെങ്കിൽ 6 മെഷീൻ സൈക്കിളാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 6 മെഷീൻ സൈക്കിൾ എങ്ങനെ കൊടുക്കാമെന്ന് നമുക്ക് പിന്നീട് നോക്കാം. സോ കൗണ്ടർ വാല്യൂ എത്രയാണെന്ന് നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. സോ 1000 divided by 6 166. ഓക്കെ, ഈ വാല്യൂ നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു രജിസ്റ്ററിലേക്ക് ഈ വാല്യൂ നമ്മൾ ലോഡ് ചെയ്യണം. സോ നമ്മളുടെ പ്രോഗ്രാം പാർട്ട് നമുക്ക് ഇവിടെ കാണിക്കാം. സോ യൂസ് ചെയ്യാത്ത ഒരു രജിസ്റ്റർ ആയിരിക്കണം. മെയിൻ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു രജിസ്റ്ററിലേക്ക് നമ്മൾ ഈ വാല്യൂ ലോഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ R7 നമ്മൾ യൂസ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. സോ മൂവ് R7, #166 ഇൻ ഡെസിമൽ. ഹെക്സിൽ ഒന്നുകിൽ ഇതിനെ 166 ഹെക്സയിലേക്ക് മാറ്റിയിട്ട് ആ വാല്യൂ ഇട്ട് കൊടുത്ത് ഇവിടെ എഴുതുക, അല്ലെങ്കിൽ നമ്മൾ കമ്പൈലർ ഓട്ടോമാറ്റിക് ചെയ്തോളും 166 ഡെസിമൽ എന്ന് കൊടുക്കുക. ഓക്കെ, സോ നമ്മൾക്ക് മെഷീൻ സൈക്കിൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. സോ നമ്മൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ പഠിച്ചൊരു ഇൻസ്ട്രക്ഷനാണ് NOP എന്ന് പറയുന്നത്, നോ ഓപ്പറേഷൻ. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് ഡിലേയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു നോ ഓപ്പ്, വെറുതെ ടൈം കൺസ്യൂം ചെയ്യുക, ഒന്നും ചെയ്യേണ്ട, ഡു നത്തിങ്. സോ നമ്മൾ ആദ്യത്തെ മെഷീൻ സൈക്കിളായ NOP അവിടെ കൊടുത്തു. സോ ഇവിടെ ആയിരിക്കണം നമ്മൾ ഡിലേ എന്ന് പറയുന്ന സബ് റൂട്ടീൻ കിടക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, സോ ഡിലേ എന്ന് പറയുന്ന സബ് റൂട്ടീൻ വെച്ചു. ആദ്യം മൂവ് R7, 166 ഡി ചെയ്തു. ദെൻ NOP എന്ന് പറയുന്ന 1 മെഷീൻ സൈക്കിൾ കൊടുത്തു. ഇതാണ് നമ്മളുടെ എന്താണ് ലൂപ്പിൽ വരാൻ പോകുന്നത്. ഓക്കെ, ടോട്ടൽ നമുക്ക് എത്ര മെഷീൻ സൈക്കിൾ വേണം? 6 മെഷീൻ സൈക്കിൾ. സോ സെക്കൻഡ് NOP കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്തു. സോ സെക്കൻഡ് മെഷീൻ സൈക്കിൾ, ദെൻ തേർഡ് മെഷീൻ സൈക്കിൾ വിത്ത് തേർഡ് NOP,
then fourth machine cycle with the fourth NOP instruction. So 4 machine cycle ആയി. വീണ്ടും 5ഉം 6ഉം NOP കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ലൂപ്പാണ് ഉദ്ദേശിക്കുന്നത്. സോ ലൂപ്പിൽ തിരിച്ചു വരാനുള്ളതിനും ടൈം, അതും ഇൻസ്ട്രക്ഷനാണ്, അതിനും ടൈം കൺസ്യൂം ചെയ്യും. സോ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഈ R7 ഡിക്രീസ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് റിപ്പീറ്റ് ചെയ്യണം. സോ ഇവിടെ നമ്മൾ റിപ്പീറ്റ് എന്ന് പറയുന്ന ഒരു ലേബൽ ഇട്ട് കൊടുക്കുക. ദെൻ DJNZ R7, RPT. സോ എന്താ സംഭവിക്കുക? DJNZ ഡിക്രിമെൻറ്റ് ആൻഡ് ജമ്പ് ഓൺ നോൺ സീറോ R7ൻ്റെ വാല്യൂ ഒന്ന് കുറച്ചു. ദെൻ RPTയിലേക്ക് റിപ്പീറ്റ് ചെയ്യും. നമ്മൾ പറഞ്ഞു 166 ടൈംസ് 6 മെഷീൻ സൈക്കിൾസിനെ റൺ ചെയ്യുമ്പോഴാണ് നമുക്ക് 1000 മെഷീൻ സൈക്കിൾ കിട്ടുക. സോ ടോട്ടൽ മെഷീൻ സൈക്കിൾ ഈ DJNZ R7, RPT എന്ന് പറയുന്നത് 2 മെഷീൻ സൈക്കിൾ ഇൻസ്ട്രക്ഷനാണ്. സോ ഇവിടെ 4+2 6 മെഷീൻ സൈക്കിളായിട്ട് ടോട്ടലായിട്ട് മാറി. സോ മൈക്രോ കൺട്രോളർ കൺസ്യൂം ചെയ്യുന്ന ടൈം അല്ലെങ്കിൽ മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത് 6 × 166 ആയിരിക്കും. സോ ഈ ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്യുന്നത് 166 കുറഞ്ഞ് 0 എത്തുമ്പോഴായിരിക്കും. സോ 0 എത്തുമ്പോഴേക്കും 166 × 6 കൺസ്യൂം ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മളുടെ മൈക്രോ കൺട്രോളർ 166 ആദ്യം ഡിലേയിലേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു മെഷീൻ സൈക്കിൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. സോ ടോട്ടൽ ടൈം എന്ന് പറയുന്നത്, ടോട്ടൽ ടൈം ഇതുവരെ കിട്ടിയത് ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക, അത് ലൂപ്പിൽ വരുന്നതല്ല, ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ എടുത്ത 1 മെഷീൻ സൈക്കിൾ. ദെൻ ലൂപ്പിലുള്ള 6 മെഷീൻ സൈക്കിൾ 166 ടൈംസ്. സോ 166 × 6. ഓക്കെ, ദെൻ ഇത് വാല്യൂ ചെയ്ത് നമുക്ക് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് 997 മൈക്രോ സെക്കൻഡ് ആയിരിക്കും. സോ നമുക്ക് സ്റ്റിൽ 1000 വേണ്ടത്. 1000 വേണ്ടതിൽ 997 മൈക്രോ സെക്കൻഡ് എന്താണ് ലൂപ്പിലും ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ വഴി ആയിട്ടുള്ളൂ. വീണ്ടും നമുക്ക് ഒരു 3 മെഷീൻ സൈക്കിളിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് RET ഉപയോഗിക്കണം, റിട്ടേൺ തിരിച്ചു പോകണം, ഡിലേ എവിടെയാണ് വിളിച്ചാൽ അതിലേക്ക് തിരിച്ചു പോകണം. സോ +1 കോഡ് ചെയ്തപ്പോൾ 998 ആയി. സോ ഇത് ലൂപ്പിൻ്റെ പുറത്താണ്, 2 മൈക്രോ സെക്കൻഡ്. ഈവൻ ദോ അത് ഷോർട്ടാണ്, അത് നമുക്ക് വേണമെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. വെറുതെ ലൂപ്പിൻ്റെ പുറത്ത് 2 NOP കൂടി കൊടുക്കുക. സോ +2 = 1000. സോ 2 NOP ഇത് രണ്ടിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്ക് ഇവിടെ വരിക. റിട്ടേണിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇത് വരിക. ഇത് ലൂപ്പ് പ്ലസ് ഇത് ലൂപ്പിൽ നിന്നുള്ള ടൈം പീരിയോഡാണ്. ഓക്കെ, സോ നമുക്ക് 1000 മൈക്രോ സെക്കൻഡ് കിട്ടി. സോ എക്സാക്ട്ലി ഈ നമ്മൾ കോൾ വിളിച്ചതിന് ശേഷം ഈ പാർട്ടിൽ ഈ ഇൻസ്ട്രക്ഷൻ മുതൽ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ വരെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മൈക്രോ കൺട്രോളറിൻ്റെ 1000 മെഷീൻ സൈക്കിളായിരിക്കും അവിടെ മൈക്രോ കൺട്രോളർ കൺസ്യൂം ചെയ്യുക. സോ 1000 മൈക്രോ സെക്കൻഡ് എന്ന് പറയുന്നത് 1 മില്ലി സെക്കൻഡ് ആയിരിക്കും. സോ 1 മില്ലി സെക്കൻഡ് ഡിലേ നമുക്കൊരു ഇതായിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എത്ര മില്ലി സെക്കൻഡ് വേണമെങ്കിലും അത് 1 മില്ലി സെക്കൻഡ് 10 ടൈംസ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 10 ടൈംസ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്തേക്ക് വേറൊരു ലൂപ്പ് കൂടി കൊടുത്തിട്ട് അതിന് വീണ്ടും 10 ടൈംസ് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ടൈംസ് ലൂപ്പ് അല്ലെങ്കിൽ നെസ്റ്റഡ് ലൂപ്പൊക്കെ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമുക്ക് ഇതിന് 10 ടൈം ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 മില്ലി സെക്കൻഡ് കിട്ടും. 100 ടൈംസ് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100 മില്ലി സെക്കൻഡ് കിട്ടും. സോ 1 മില്ലി സെക്കൻഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് 100 മില്ലി. സോ എൻ്റെ ഒരു അല്ലെങ്കിൽ ഒരാൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടൈം ഡിലേ സോഫ്റ്റ്വെയർ ആണ്, ഇതന്നെ ആയിരിക്കണമെന്നില്ല വേറൊരാൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. സോ ഡിപ്പെൻസ്, നമ്മളുടെ സിസ്റ്റം അനുസരിച്ച് ഡിഫറൻറ്റ് പ്രോഗ്രാം എഴുതി നമുക്ക് ഇതുപോലെ ടൈം ഡിലേ ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇത് സോഫ്റ്റ്വെയർ പ്രോഗ്രാമിൽ വരുന്ന ഒരു ടൈം ഡിലേ ജനറേഷനാണ്. സോ ഈ ക്ലോക്കിംഗ് ഫ്രീക്വൻസി ഇതിനൊക്കെ വളരെ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അത്ര പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല. നമ്മൾ ഈവൻ ഇത് ഡിസൈൻ എത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്താലും ഇത് കറക്റ്റായിട്ട് 1 മില്ലി സെക്കൻഡ് വരണമെന്നില്ല. ഈ F ക്ലോക്ക് എന്ന് പറയുന്നത് 12 മെഗാഹെർട്സിൻ്റെ ക്രിസ്റ്റലായിട്ടിരിക്കുന്നെങ്കിലും അത് എക്സാക്ട്ലി 12 മെഗാഹെർട്സ് ആയിരിക്കില്ല. 11.8, 11.9, 12.3. അപ്പോൾ ഇതൊരു റേഞ്ചിലായിരിക്കും. അതിന് ഒരു ടോളറൻസ് വാല്യൂ ഉണ്ടാകും. ഓക്കെ, സോ ആ ഫ്രീക്വൻസി, പിന്നെ അതിൻ്റെ പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ ക്ലോക്കിംഗ് സെക്ഷൻ ഉപയോഗിക്കുന്ന സർക്യൂട്ട് എലമെൻസിൻ്റെ ടോളറൻസ് ഇതിനനുസരിച്ച് അതിൻ്റെ ഫ്രീക്വൻസിയിലൊക്കെ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ടെമ്പറേച്ചറിനനുസരിച്ച് ഡിഫറൻസ് വരാം. സോ ടൈം ടു ടൈം ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വേരി ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ വേരി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടൈം പീരിയോഡും നമ്മൾ ഡിസൈൻ ചെയ്ത ടൈം പീരിയോഡും വേരി ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ടൈം ഒക്കെ മാനേജ് ചെയ്യുന്ന കേസിൽ നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഡിലേ ഒന്നും അത്ര
പെർഫെക്റ്റ് ആയിരിക്കില്ല എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാൻ പാടില്ല. സോ അവിടെ നമ്മൾ ടൈമർ ബേസ്ഡ് ആയിട്ടുള്ള വളരെ എക്സാക്റ്റ് ടൈം ഡിലേ ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ടൈമർ ബേസ്ഡ് ആയിട്ടുള്ള ഡിലേ കാൽക്കുലേഷൻസ് ആയിരിക്കും യൂസ് ചെയ്യുക. എനിവേ നമ്മൾ ടൈമർ ഉപയോഗിച്ചുള്ള ഡിലേ നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. ഇത് നമ്മൾ സിംപ്ലി സോഫ്റ്റ്വെയർ പാർട്ടായിട്ട് വരുന്ന ഒരു റഫ് കാൽക്കുലേഷൻസ്, റഫ് എസ്റ്റിമേഷൻ മാത്രമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ മെത്തേഡ് ഓഫ് ജനറേറ്റിംഗ് ടൈം ഡിലേ യൂസിങ് സോഫ്റ്റ്വെയർ പാർട്ട് യൂസിങ് 8051 microcontroller. Hope you understood how to make a delay of 1 millisecond. So let us check an example. Find the size of the delay in the following program if the crystal frequency is 11 point. So 12ന് പകരം നമ്മളുടെ ഇവിടുത്തെ ഫ്രീക്വൻസി എക്സാമ്പിൾ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് 11.059 ആണ്. സോ അതിൽ നിന്ന് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് കിട്ടി. എഫ് ക്ലോക്ക് ഈസ് ഈക്വൽ ടു 11.0592. Okay, so time period T machine cycle is equal to 12 divided by 11.0592 into 10 power 6 mega എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 1.085 മൈക്രോ സെക്കൻഡ് എന്ന് കിട്ടി. സോ ഇതാണ് നമ്മളുടെ 1 മെഷീൻ സൈക്കിൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന, അല്ലെങ്കിൽ 1 മെഷീൻ സൈക്കിൾ ടൈം എന്ന് പറയുന്നത് 1.085 മൈക്രോ സെക്കൻഡാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് എത്ര സെക്കൻഡാണ് ഡിലേ എന്ന് പറയുന്നത്. സോ ഡിലേ പാർട്ട്, ഇത് വാട്ട് എവർ ദീസ് പ്രോഗ്രാം നമുക്കത് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഡിലേയിലെ ടൈമാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ. സോ ഡിലേ പാർട്ടിലേക്ക് വരുമ്പോൾ ഇതാണ് നമ്മളുടെ ഡിലേയിൽ വരുന്ന ഡിലേ സബ് റൂട്ടീൻ. സോ ഫസ്റ്റ് ഡിലേ കോൾ ചെയ്തതിന് ശേഷം ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് മൂവ് R3,200 ആണ്. സോ ആരോ ഡിസൈൻ ചെയ്ത ഒരു ഡിസൈൻ കൗണ്ടർ വാല്യൂ ആണ് 200 എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഈ 3 ഇൻസ്ട്രക്ഷനിൽ നിന്ന് കിട്ടുന്ന ടൈം ഡിലേ എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ആദ്യത്തെ പാർട്ടിലേക്ക് വരുമ്പോൾ ഇത് ലൂപ്പിൽ വല്ലാത്ത ഇൻസ്ട്രക്ഷനാണ്, 1 ടൈം എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. സോ ദിസ് കറസ്പോണ്ട്സ് ടു 1 മെഷീൻ സൈക്കിൾ. ദെൻ ഈ DJNZ R3, ഹിയർ എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി ഈ ഇൻസ്ട്രക്ഷൻ മാത്രം എക്സിക്യൂട്ട് ചെയ്യുമെങ്കിൽ R3യുടെ വാല്യൂ 20 എത്തുന്നത് വരെ. സോ ഇത് എന്ന് പറയുന്നത് 2 മെഷീൻ സൈക്കിൾ ഇൻസ്ട്രക്ഷനാണ്. സോ 2 മെഷീൻ സൈക്കിൾ ഇൻസ്ട്രക്ഷൻ ഈസ് എക്സിക്യൂട്ടിങ് 200 ടൈംസ്. ഓക്കെ, ദെൻ റിട്ടേൺ എന്ന് പറയുന്നത് 1 മെഷീൻ സൈക്കിളാണ്. സോ ടോട്ടൽ ഡിലേ അല്ലെങ്കിൽ ടൈം മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത് ഇത് 1 ടൈം എക്സിക്യൂട്ട് ചെയ്യുന്നു. സോ 1 പ്ലസ് ദെൻ DJNZ R3, ഹിയർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് 200 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ 200 ഇൻറ്റു 2. ഓക്കെ, അത് ലൂപ്പിൽ നിന്ന് വരുന്നതാണ്. ദെൻ റിട്ടേണിൻ്റെ ഒരെണ്ണം, സോ പ്ലസ് 1. Okay, that times machine cycle. Okay, so this is the total machine cycle. So which is equal to 202, 400 plus 1, 401, 402. 402 into 1 machine cycle time എന്ന് പറയുന്നത് 1.085 microsecond ആണ്, which is equal to 436.17 microsecond. സോ ഈ കാൽക്കുലേഷനിൽ, ഈ ഡിലേ സബ് റൂട്ടീനിൽ നമ്മളുടെ പ്രോഗ്രാം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ജനറേറ്റ് ചെയ്യുന്ന ടൈം ഡിലേ എന്ന് പറയുന്നത് 436.17 മൈക്രോസെക്കൻഡാണ്, അല്ലെങ്കിൽ 0.43617 മില്ലി സെക്കൻഡാണ് ഈ കാൽക്കുലേഷൻസ് നമുക്ക് കിട്ടുന്ന ടൈം ഡിലേ എന്ന് പറയുന്നത്. സിമ്പിൾ കാൽക്കുലേഷൻസ്. ദേ മേ ആസ്ക് യു ലൈക്ക് ദീസ് ക്വസ്റ്റ്യൻസ് ടു കാൽക്കുലേറ്റ് വാട്ട് വിൽ ബി ദ ഡിലേ വിത്ത് ദിസ് ക്ലോക്ക് ഫ്രീക്വൻസി. ഓക്കെ, ലെറ്റ്സ് ചെക്ക് വൺ മോർ. ഫൈൻഡ് ദ ടൈം ഡിലേ ഫോർ ദ ഫോളോയിങ് സബ് റൂട്ടീൻ അസ്യൂമിങ് എ ക്രിസ്റ്റൽ ഫ്രീക്വൻസി. അതുപോലെ തന്നെ ക്രിസ്റ്റൽ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 11.059 മെഗാ ഹെഡ്സ് ആണ്. ഐ ആം ഗിവിംഗ് യു ദിസ് ആസ് എ homework part to you. So the counter here is 250. So here this is executing 1 time, then this is part of the loop. Inside the loop, so inside the loop you must know how to calculate time delay using the loop. Inside the loop we have here 1 machine cycle, here 2nd machine cycle, here 3rd machine cycle, here 4th machine cycle, here 2. So 6 machine cycle. So this is already we discussed within our theory part. So 6 machine cycle are there inside our loop. So 6 machine cycle. So 6 into 250 plus then this 1 plus return 1 more machine cycle. So total machine cycle in this example is 1 plus 6 into 250 plus 1. Okay, into
12 divided by 11.0592. That will be the time delay generated by the software part in this example. So you evaluate what will be the time. The next question. This is the case of nested loop. Okay, so for a machine cycle of 1.084, so T machine cycle, instead of frequency TM is given 1.085 microsecond is the time, machine cycle time is given. Then find the delay in the following subroutine. So subroutine only given here. So first count 200 ആണ്, second count 250 ആണ്. Then here inside the first inner loop we have inner loop ഉള്ളത്, then ഇവിടെ ഉള്ളത് 1 machine cycle, ഇവിടെ ഉള്ളത് 1 machine cycle, ഇവിടെ ഉള്ളത് 2 machine cycle. So inner loopലുള്ളത് total machine cycle എന്ന് പറയുന്നത് 4 machine cycle ആണ്. So inner loop we have 4 machine cycle. So TM equal to 4 machine cycle ആണ്. Then degeneration R3 here. So ഇത് 4 times here R3യുടെ കൗണ്ട് 250 ആണ്. സോ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത് 250 × 4 മെഷീൻ സൈക്കിളാണ് ടോട്ടൽ. ഓക്കെ, ദെൻ അതിൽ നിന്ന് ഔട്ട്സൈഡിൽ പുറത്ത് വരുമ്പോൾ degeneration R2 again. സോ ഔട്ടർ ലൂപ്പിൻ്റെ കാൽക്കുലേഷൻസ് നമുക്കൊന്നുകൂടെ നോക്കാം. ഔട്ടർ ലൂപ്പിൽ വരുന്ന കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത് ടോട്ടൽ മെഷീൻ സൈക്കിൾ ഔട്ടർ ലൂപ്പിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു മെഷീൻ സൈക്കിളുണ്ട്. ദെൻ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത മെഷീൻ സൈക്കിൾ 250 × 4 ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് 2 ആണ്. ഓക്കെ, സോ സെക്കൻഡ് ലൂപ്പിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന മെഷീൻ സൈക്കിൾ കാൽക്കുലേഷൻസിൽ വരുന്നത് എത്ര വരും? മൂവ് R3, 250യുടെ 1, ദെൻ 250 × 6. ഓക്കെ, അത് പ്ലസ് degeneration R2ൻ്റെ 2. ഇതാണ് ഔട്ടർ ലൂപ്പിൻ്റെ ദാറ്റ് ടൈംസ് കൗണ്ട് 200. ഇതാണ് ഔട്ടർ ലൂപ്പിൻ്റെ ടൈം ഡിലേ എന്ന് പറയുന്നത്. സോ ഔട്ടർ ലൂപ്പിൻ്റെ ടൈം ഡിലേ ആണ് എഫക്റ്റീവ്ലി നമുക്ക് കിട്ടുന്ന ടോട്ടൽ ടൈം ഡിലേ എന്ന്. സോ 256 × 6 + 2, ഇത് പ്ലസ് ആണ്, +2 × 2 + 1. ദെൻ 1 ടൈം എക്സിക്യൂഷനിൽ വരുന്ന ഇത് മൂവ് R2, 200, അതിൻ്റെ ഒരു മെഷീൻ സൈക്കിൾ, റിട്ടേൺഡ് 1 മെഷീൻ സൈക്കിൾ. സോ 3 മെഷീൻ സൈക്കിളാണ് നമ്മളുടെ മൈക്രോ കൺട്രോളറിൽ വരിക. ഇതെന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി നമുക്ക് കിട്ടുന്നത് 1 മെഷീൻ സൈക്കിൾ ടൈം എന്ന് പറയുന്നത് 1.085 ആണ്. സോ യു കാൽക്കുലേറ്റ് ദിസ്, ദെൻ ദാറ്റ് T ടോട്ടൽ, ഇത് T ടോട്ടലാണ്, ഇൻറ്റു 1.085 മൈക്രോസെക്കൻഡ് ആയിരിക്കും നമ്മുടെ ടോട്ടൽ ഡിലേ എന്ന് പറയുന്നത്. ദിസ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി 217.651 മില്ലി സെക്കൻഡ് ആയിരിക്കും. സോ ഇത് വെച്ചിട്ട് കാൽക്കുലേഷൻ ഒന്നുകൂടി നോക്കുക. സോ നമ്മൾ ഇന്നർ ലൂപ്പ് 250 × 1 + 1 + 2 4. ദെൻ ഔട്ടർ ലൂപ്പ് ഇതിൻ്റെ 1, ഇവിടുത്തെ 250 × 4, ഇവിടെ 2. സോ 1 + 250 × ഇത് 4 അല്ല, ഇത് 6 അല്ല, 250 × 4 ആയിരുന്നു. 4, 1 + 2, 1 + 1 + 2, 250 × 4 + 2 into 200 plus either 1 time 1 return 1 time. So that is the total machine cycles consumed within this example. It's very simple only. You evaluate and check whether you are getting the same 217.651 microseconds. Now how we can generate the time delay using C language. C program. ഇപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എംബഡഡ് സിസ്റ്റം അല്ലെങ്കിൽ അസംബ്ലി ലെവൽ പ്രോഗ്രാം, ALP അസംബ്ലി ലെവൽ പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ടൈം ഡിലേ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് മെഷീൻ സൈക്കിളും കാൽക്കുലേഷൻസ് ഒന്നും C പ്രോഗ്രാമിൽ അത്ര ഈസി അല്ല. സോ അതിനൊരു മെത്തേഡ് എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ പ്രോഗ്രാം ഉള്ളതുപോലെ തന്നെ നമ്മൾ കീൽ മൈക്രോവിഷനിൽ ചെയ്ത് നോക്കണം. സോ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് #include reg 51.h എന്ന് പറയുന്ന 8051ൻ്റെ ഡിലേ അല്ലെങ്കിൽ ഹെഡർ ഫയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ദെൻ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ ഒരു ഫംഗ്ഷൻ ഡിലേ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനായിട്ടായിരിക്കും ഇരിക്കുക. സോ ഓയിഡ്
ms ഡിലേ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൊടുക്കുക. സോ അതൊരു ഫംഗ്ഷനായിട്ട് ഇവിടെ നമ്മളിവിടെ ആദ്യം ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ദെൻ നമ്മൾക്ക് മെയിൻ പാർട്ടിൽ വരുന്നത് ഓയിഡ് മെയിൻ ഓയിഡ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ അതിൻ്റെ പാർട്ട് പ്രോഗ്രാം ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഏതെങ്കിലും സമയത്ത് നമ്മളിങ്ങനെ കോൾ ഡിലേ എന്ന് പറയുന്ന ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. സോ കോൾ ഡിലേക്ക് പകരം നമ്മൾ ms ഡിലേ എന്നാണ് ഇവിടെ നമ്മൾ വിളിക്കേണ്ടത്. ഓക്കെ, സോ ms ഡിലേ വിളിക്കുമ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ms ഡിലേ ഡിഫൈൻ ചെയ്യണം. സോ ഓയിഡ് ms ഡിലേ, ഓക്കെ, ദെൻ ഡിലേ പാർട്ട്. ഓക്കെ, സോ ഇതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ്, ദിസ് ഈസ് നോട്ട് പാർട്ട് ഓഫ് അവർ മെയിൻ. ഇതൊന്നും എന്താണ്, നമുക്ക് നമ്മുടെ പ്രോഗ്രാം, നമ്മളുടെ സോഫ്റ്റ്വെയർ അനുസരിച്ച്, നമ്മുടെ സിസ്റ്റത്തിനനുസരിച്ച് ഇവിടുത്തെ പ്രോഗ്രാം ഉണ്ടായിരിക്കും. അവിടെ നമ്മൾ ഡിലേ വിളിക്കും. സോ ഡിലേ സബ് റൂട്ടിലേക്ക് വരുമ്പോൾ ഡിലേ സബ് റൂട്ടിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ട് മെത്തേഡ് എന്ന് പറയുന്നത് ഫോർ ലൂപ്പ് വെച്ച് ഉപയോഗിക്കും. സോ ഇപ്പോൾ ഇവിടെ നമ്മളൊരു അൺസൈൻഡ് ഒരു വേരിയബിൾ അൺസൈൻഡ് ചാർ ജെ എന്ന് പറയുന്ന ഒരു അൺസൈൻഡ് ചാർ വേരിയബിൾ കൊടുക്കുക. ദെൻ ഫോർ ജെ ഈസ് ഈക്വൽ ടു 0, ജെ ലെസ് ദാൻ 1257, ജെ പ്ലസ് പ്ലസ്. ഓക്കെ, ദെൻ നോ ഓപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് വെറുതെ ഒരു സെമിക്കോളൻ കൊടുത്താൽ മതിയാവും. ഓക്കെ, സോ ദിസ് വിൽ എക്സിക്യൂട്ട് ദിസ് നോ ഓപ്പ് ഇൻസ്ട്രക്ഷൻ ഫോർ 1257 ടൈംസ്. ഓക്കെ, സോ ഇത് വിക്കിയിൽ മൈക്രോവിഷൻ ഉപയോഗിച്ച് ഫോർ എ ഫ്രീക്വൻസി ഓഫ് 12 മെഗാഹെഡ്സിൻ്റെ ഒരു ഓസിലേറ്റർ ഫ്രീക്വൻസി ഉപയോഗിച്ചുള്ള ഒരു മൈക്രോ കൺട്രോളർ സിസ്റ്റത്തിൽ ഈ 1257 ടൈംസ് ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അപ്രോക്സിമേറ്റ് ഡിലേ എന്ന് പറയുന്നത് ഒരു 1 millisecond ആയിരിക്കും. ഓക്കെ, സോ ഈ 1 millisecond ആണോ അല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളുടെ മെയിൻ പ്രോഗ്രാമിൽ ആദ്യം നമ്മൾ SCTB P1.0 ഉപയോഗിക്കുക, ദെൻ ഡിലേ വിളിക്കുക, ദെൻ CLR അല്ലെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കണം. SCTB അല്ല, set bit P1.0, 1, then set bit single bit P1.0, 0 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കുക. എനിവേ ജസ്റ്റ് ലോജിക്കാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ വീണ്ടും ms ഡിലേ, ഇത് നമ്മളിങ്ങനെ while 1 എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം പാർട്ടായിട്ട് കൊടുക്കുക. while 1 എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് ലൂപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ പിന്നീട് പഠിക്കുന്നത് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതൊക്കെ. ഇവിടെ ഇതൊന്നും മനസ്സിലാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് 1.0 നമുക്ക് ഇങ്ങനെ എന്താ പറയുക, ഒരു സ്ക്വയർ പൾസായിരിക്കും കിട്ടുക. ഓക്കെ, സോ ആദ്യം നമുക്ക് ഹൈ വന്നു, ദെൻ ഡിലേ വിളിച്ചു, ദെൻ ലോ വന്നു, ഡിലേ വിളിച്ചു, വീണ്ടും റിപ്പീറ്റ് ചെയ്തു. ഓക്കെ, സോ ഇങ്ങനെ ഒരു സ്ക്വയർ വേവ് ആയിരിക്കും നമുക്ക് P1.0 കിട്ടുക. സോ എക്സാക്ട് ഡിലേ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് അറിയണമെങ്കിൽ ഈ സ്ക്വയർ വേവ് പൾസിനെ നമുക്കൊരു CRO അല്ലെങ്കിൽ DSOയിലേക്ക് കൊടുക്കുക. ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പിൽ കൊടുത്തിട്ട് നമുക്ക് ഈ ടൈം പീരിയോഡ് എക്സാക്റ്റ് മെഷർ ചെയ്യാൻ പറ്റും. അതതിൻ്റെ ഒരു ടെക്നിക്കാണ്. സോ അപ്രോക്സിമേറ്റ് ഈ 1257 കൗണ്ടിൽ കിട്ടുന്ന ടൈം ഡിലേ എന്ന് പറയുന്നത് നമുക്ക് ഒരു 1 millisecond ആയിരിക്കും. സോ ഇതാണ് എംബഡഡ് C അല്ലെങ്കിൽ 8051C പ്രോഗ്രാം ഉപയോഗിച്ച് ഡിലേ ജനറേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ്. സോ ഇവിടെ നമ്മൾ എക്സ്പെക്റ്റ് 1 millisecond കൂടുതലാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഈ കൗണ്ടറിൻ്റെ വാല്യൂ ഇവിടെ ഒന്ന് കുറയ്ക്കുക. ഓക്കെ, ഇവിടെ ടൈം പീരീഡ് കുറവാണെങ്കിൽ കൗണ്ടറിൻ്റെ വാല്യൂ കൂട്ടുക. സോ അങ്ങനെ ഒരു അപ്രോക്സിമേഷൻ നടത്തിയിട്ട് അല്ലെങ്കിൽ ഒരു എസ്റ്റിമേഷൻ നടത്തിയതിന് ശേഷം നമ്മൾ ട്രയൽ ആൻഡ് എററിൽ ഇതിങ്ങനെ ട്രയൽ റൺ ചെയ്താണ് ഇതിൻ്റെ എക്സാക്റ്റ് ടൈം ഡിലേ, നമ്മളുടെ മൈക്രോ കൺട്രോളർ പ്രോഗ്രാമിൻ്റെ ടൈം ഡിലേ കാൽക്കുലേഷൻ നടത്തുന്നത്. സോ ഇതാണ് 805. ഇവിടെ നമ്മുടെ ഇൻസ്ട്രക്ഷൻ ഇവിടെ, കാരണം കമ്പൈലർ ഇവിടെ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസാണ് ലോഡ് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ട്രബിൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അറിയാൻ പറ്റും. എന്നിട്ട് നമ്മൾ ആദ്യം പഠിച്ചതുപോലെ തന്നെ മെഷീൻ സൈക്കിളൊക്കെ എക്സിക്യൂട്ട് ചെയ്ത് മെഷീൻ സൈക്കിളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ടൈം ഡിലേ കണ്ടുപിടിക്കാം. അത് ടഫാണ്. അതിനേക്കാൾ ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഈ രീതിയിലൊരു ടൈം ഡിലേ കാൽക്കുലേഷനാണ്. ഇതാണ് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. സോ നമ്മൾക്ക് എങ്ങനെ നോക്കാം, ഇത് 1 millisecond ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഒരു 250 millisecond പ്രോഗ്രാമൊക്കെ എങ്ങനെ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. സോ അതിൻ്റെ ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഇതൊരു കംപ്ലീറ്റ് പ്രോഗ്രാമായിട്ട് കാണിച്ചു തരാം. #include reg51.h. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിഫൈൻ ഫങ്ഷൻ ഇവിടെ ഡിക്ലെയർ ചെയ്യും. സോ ഓയിഡ് millisecond ഡിലേ.
ഓക്കെ. ദെൻ 1 millisecond ആണ് നമ്മളുടെ സബ് റൂട്ടീൻ കോൾ ചെയ്യുക. സോ നമ്മൾക്ക് അതിൻ്റെ ഒരു ആർഗ്യുമെൻ്റ് ആയിട്ട് നമുക്കിവിടെ ഒരു അൺസൈൻഡ് ഇൻറ്റിജർ എന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻ്റ് കൂടെ കൊടുക്കുക. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇത്. ഇപ്പോൾ 250 ആണെങ്കിൽ ഇവിടെ നമുക്ക് 250 എന്ന് കൊടുത്താൽ മതിയാവും. ഓക്കെ. ദെൻ നമുക്ക് മെയിൻ ഫംഗ്ഷൻ ഉണ്ട്, ഓയിഡ് മെയിൻ ഓയിഡ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫംഗ്ഷനിൽ വരുന്നത്. ദെൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യുന്ന പ്രോഗ്രാം ആണെങ്കിൽ എസ് ബിറ്റ് P1.0 comma mo, what is that instruction format, anyway എസ് ബിറ്റ് എന്നുള്ള വേരിയബിൾ ആദ്യം ഇവിടെ ഡിക്ലെയർ ചെയ്യേണ്ടതായിരുന്നു. സേ എസ് ബിറ്റ് pin is equal to P10, then move pin comma നമുക്ക് ആദ്യം ഹൈ കൊടുക്കുക 1 ബൈനറി. ദെൻ നമുക്ക് എന്താ ചെയ്യുക, MS ഡിലേ ഒരു 500 millisecond എന്നുള്ള രീതിയിൽ ഇതിവിടെ കൊടുക്കുക. ഓക്കെ. ദെൻ മൂവ് പിൻ കോമ 0 ബൈനറി 0 കൊടുത്തു. ദെൻ MS ഡിലേ വീണ്ടും 500. സോ വാട്ട് വി ആർ എക്സ്പെക്റ്റിംഗ് ഹിയർ, ആദ്യം 500 millisecond ഹൈ വന്നു, ദെൻ 500 millisecond ലോ വരിക, ദെൻ 500 millisecond ഹൈ വരിക, അങ്ങനെ വരിക. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. സോ ഇത് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു വൈൽ ലൂപ്പിൽ കൊടുക്കുക, വൈൽ 1 ഓർ വൈൽ ട്രൂ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ. അതിനുശേഷം ഇത്രയും ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുക. സോ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സിംപ്ലി ജംപ് ടു ഹിയർ എന്ന് കൊടുക്കുന്നത് പോലെ അസംബ്ലി ലെവലിൽ. സോ ഈ ഡിലേക്ക് ശേഷം വീണ്ടും ഇത് ഇങ്ങോട്ടേക്ക് വരും, 1 ലോജിക് ഹൈ പിന്നിൽ കൊടുക്കും, ഡിലേ വന്നു, ദെൻ ലോജിക് 0 വന്നു, ഡിലേ വന്നു, വീണ്ടും റിപ്പീറ്റ് ചെയ്യും. സോ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു റിപ്പീറ്റേഷനാണ്, ഇൻഫിനിറ്റ് ലൂപ്പ് ആണ് ഇവിടെ വൈൽ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് കൊടുത്താക്കുന്നത്. സോ നമ്മളുടെ മെയിൻ ഫംഗ്ഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ദെൻ ഡിലേ ഫംഗ്ഷൻ എങ്ങനെയാണ് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ void MS ഡിലേ, ദെൻ ലാസ്റ്റ് അൺസൈൻഡ് ഇൻഡ് ടൈം എന്ന് പറയുന്നത്. സോ ടൈം എന്ന് പറയുന്നത് നമ്മൾ ആർഗ്യുമെൻറ്റിൻ്റെ വേരിയബിൾ കൊടുക്കുന്നത്. ഓക്കെ. സോ നമ്മളുടെ മെയിൻ പ്രോഗ്രാം അല്ലെങ്കിൽ ഡിലേ പ്രോഗ്രാം ഇവിടെ എഴുതൂ. ദെൻ ഇവിടെ നമ്മൾ 2 വേരിയബിൾ കൊടുക്കണം, അൺസൈൻഡ് ഇൻഡ് I, J. ദെൻ മെത്തേഡാണ് ഇവിടെ 2 പ്രാവശ്യം ലൂപ്പ്, for I is equal to 0, I less than time, I plus plus. ഓക്കെ. ദെൻ അടുത്ത ലൂപ്പ് for J is equal to 0, J less than നമ്മൾ 1 സെക്കൻഡിൻ്റെ ടൈം 1 millisecond ടൈമിലെ കൗണ്ട് 1 to 75 J plus plus. ഓക്കെ. ദെൻ ഒരു നോ ഓപ്പൻ്റെ സെമി കോളൻ, ദെൻ ബ്രേസ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. സോ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഐയും ജെ എന്ന് പറഞ്ഞ 2 വേരിയബിളാണ്. ജെയിൽ ഇപ്പം നമുക്കൊരു 500 വിളിച്ചു കഴിഞ്ഞാൽ ഈ 1 millisecond 500 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. സോ ആഫ്റ്റർ റിട്ടേണിംഗ് ഫ്രം ദ MS ഡിലേ റൂട്ടീൻ വി ആർ ഗെറ്റിംഗ് ഹിയർ 500 millisecond. സോ ഇഫ് യു വോണ്ട് ടു ജനറേറ്റ് 700 millisecond, ചേഞ്ച് ദ ആർഗ്യുമെൻറ്റ് ടു 700. ഇഫ് യു വോണ്ട് 25 millisecond, ചേഞ്ച് ടു 25. സോ ഈ ആർഗ്യുമെൻറ്റ് 500, 25 or 700 whatever it we are giving here will send to here. സോ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ആ 500 കൂടി ഇങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യും. ഓൾറെഡി നിങ്ങൾക്ക് ഇതിൻ്റെ കൺസെപ്റ്റൊക്കെ അറിയാവുന്നതാണ്. ഓക്കെ. സോ ടൈം എന്ന് പറയുന്നത് ഇവിടെ ഈ വാല്യൂ എന്താണോ അത് ടൈം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. ദെൻ I is equal to 0 മുതൽ 500 ആണെങ്കിൽ 500 ടൈംസ് ഇന്നർ ലൂപ്പ്. സോ ഇന്നർ ലൂപ്പ് എന്ന് പറയുന്നത് 1 millisecondൻ്റെയാണ്, ഓൾറെഡി നമ്മൾ പ്രീവിയസ് സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അത് 1 millisecond എക്സിക്യൂട്ട് ചെയ്യും, ഇത് 500 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. സോ 500 into 1 we will get a total of 500 millisecond delay. So this is a method of generating delay in 8051 based projects.